ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനിയാണെങ്കിൽ നയനയ്ക്കും ആദർശിനുള്ള പലഹാരം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് വരിക. എന്നിട്ട് പഴംപൊരിക്കുള്ള മാവ് കലക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കുവാണ്. ഈ സമയമാണെങ്കിൽ ജലജ അവിടെ നിന്നും ഒളിഞ്ഞു നോക്കുക. കലക്കടി കലക്ക്, എടി ഏട്ടത്തി, ഇന്ന് നീ ഉണ്ടാക്കുന്ന പലഹാരം കഴിച്ച് നിന്റെ മരുമകൾക്കും മകനും വയറ്റിളക്കം പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ ദേവേനെ ഉപ്പൊക്കെ നോക്കിയിട്ട് അതവിടെ മൂടി വെച്ചതിന് ശേഷം അങ്ങോട്ട് പോവുക. ഈ സമയം ജലജ പതുക്കെ അടുക്കളയിലേക്ക് കയറി. എന്നിട്ട് അവിടെ നിന്നും ആ കയ്യിലിരുന്ന പൊടിയെടുത്ത് നോക്കി. അതിനുശേഷം കൂടിയ ഇനവാ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, എന്തായാലും ഇതിനൊരു പണി ഞാൻ കൊടുത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അത് തുറന്ന് ആ പഴംപൊരിക്ക് ഇളക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇടുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി. എന്തായാലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഡിസൈനറല്ല, ഓട്ടക്കാരിയാവും എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ ദേവയാനി തിരിച്ചു വന്നിട്ട് ദേവയാനി ഭയങ്കര സന്തോഷത്തോടെ ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ച് പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൽ ജലജ വയറിളകാനുള്ള പൊടി കലർത്തിയത് അറിയാതെ. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നയനയാണ്. നയന ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആദർശ് വരികയാണ്. എന്താ നയന നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല ആദർശേട്ടാ, എന്നാലും എന്തൊരു കഷ്ടമായത്, എന്നെ കള്ളിയാക്കാൻ വേണ്ടി എന്തിനാ ഇത്രയും വലിയൊരു ക്രൂരത? ഒന്നും പറയണ്ട നയനെ. എന്നാലും ഇവിടെ അതൊക്കെ ചെയ്യാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ആദർശേട്ടാ. എനിക്ക് മനസ്സിലായി, അവിയല്ലേ. ക്യാമറ കേടായപ്പോൾ തന്നെ ഞാനവനെ സംശയിച്ചിരുന്നു. ഇപ്പം എനിക്ക് അത് ബോധ്യമാവുകയും ചെയ്തു. ഒന്നും പറയാനും പറ്റില്ലല്ലോ നയനെ, വ്യക്തമായ തെളിവില്ലാതെ. അത് ശരിയാ, സാരമില്ല, വിട്ടുകളാ. പക്ഷെ നമ്മളെ രക്ഷിച്ചത് ആരായിരിക്കും ആദർശേട്ടാ? എന്തായാലും എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ച ആളാരാ? അത് തന്നെ എനിക്കും പിടുത്തമില്ലാത്തത്. പക്ഷെ എന്തായാലും അവർ നമ്മുടെ ശത്രുവല്ല, മിത്രമാ. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. അതാരാണെങ്കിലും നമുക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ നയനെ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലതേ വരൂ എന്നൊക്കെ ആദർശ് പറയുകയാണ്. പിന്നെ എന്തായാലും നീ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നിൻ്റെ ഇന്നത്തെ ഡിസൈൻ ആ നെക്ലസ് കണ്ട് എല്ലാവരും തൃപ്തരാണ്. ഈ വിഷു നമ്മൾ തന്നെ കയ്യിലെടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അത് കേട്ടതും അതൊക്കെ വെറുതെ ആദർശേട്ടാ, ഓവറായിട്ട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടണ്ട, അത് നമുക്ക് വിഷമമാവും. അത് കേട്ടതും ഇല്ല നയനെ, എനിക്ക് ഉറപ്പാ. പിന്നെ ഈ ജ്വല്ലറികൾ ബിസിനസ്സിലെന്നൊക്കെ പറഞ്ഞാൽ മത്സരം ഉണ്ടാവും. ചിലപ്പോൾ മൂർത്തീസ് ജ്വല്ലറിനെ കടത്തിവെട്ടി ആരെങ്കിലും വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സത്യം പറയാലോ, മുത്തശ്ശൻ എന്നെ ഈ ബ്രാഞ്ചൊക്കെ ഏൽപ്പിച്ചപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ നോക്കൂന്ന്. എന്നാൽ ഇപ്പം എനിക്ക് അത് കൂടി, ആത്മവിശ്വാസേ കൂടിയതുകൊണ്ട്, നീ ഉള്ളതുകൊണ്ട് അത് കൂടിയത്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുമുണ്ട് നമുക്ക് എന്തായാലും ഈ വിഷു ഭയങ്കര ആഘോഷമായിരിക്കുമെന്ന്. കാരണം അത്രയ്ക്ക് ലാഭം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് കേട്ടതും ശരി അതൊക്കെ വിട്ടുകളാം. എന്തായാലും പവിത്രയ്ക്കും ബാക്കിയുള്ള ഡിസൈനറൊക്കെ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവരെ പോലെയുള്ളവരെ നമ്മൾ പണിക്ക് വെച്ചാൽ അവർ ശമ്പളത്തിന് വേണ്ടി മാത്രമേ പണിയെടുക്കൂ. എന്നാൽ നിന്നെ പണിക്ക് വെച്ചാലേ ആത്മാർത്ഥതയോടുകൂടെയും സത്യസന്ധമായിട്ട് നീ ജോലി ചെയ്യും. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് നയനെ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൂടെ നിർത്തിയത്. എന്തായാലും എനിക്ക് സന്തോഷമായി. മുത്തശ്ശൻ ഈ ജ്വല്ലറി ആദർശേട്ടനെ ഏൽപ്പിച്ചപ്പോൾ ആദർശേട്ടൻ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരാളെ പോലെയാണല്ലോ നടന്നിരുന്നത്. അത് നേരത്തെ പോലെ അങ്ങനെയാണ്. വലിയവരെ പോലെ സംസാരിക്കും, വലിയവരെ പോലെ നടക്കും, വലിയവർ കാരണന്മാരെ പോലെയൊക്കെ ഈ മര്യാദയോടുകൂടിയൊക്കെ സംസാരിക്കുമ്പോഴേ അവർക്ക് ആദർശേട്ടനെ അങ്ങ് ബോധിച്ചു. ആദർശേട്ടനെ ഒരു ബിസിനസ് ഏൽപ്പിച്ച് അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ വലിയ സന്തോഷത്തിലായിരിക്കും എന്നൊക്കെ പറയാണ്. ഈ സമയം ശരിയാ, അതെ അമ്മ വിളിച്ചിരുന്നു. അമ്മ നമുക്ക് വേണ്ടി ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് പുറത്തുനിന്നൊന്നും കഴിക്കണ്ട, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ശരി ആദർശേട്ടാ, ഞാൻ ചെറിയ വർക്കിലായിരുന്നു. എന്തായാലും അത് കഴിയട്ടെ. അത് പകുതിക്ക് വെച്ചിട്ട് പോയാൽ പിന്നെ നാളെ അതിൻ്റെ ഐഡിയ കിട്ടില്ല. എന്നാൽ ശരി, നീ വർക്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി ആദർശേട്ടാ. അപ്പോൾ ആദർശം അങ്ങോട്ട് പോയതും നയൻ ആലോചിക്കുകയാണ്. ഇല്ല, എനിക്ക് ആ മൊബൈലിൽ മെസ്സേജ് അയച്ചത് ആരാണെന്നറിയാതെ എനിക്കൊരു ഉറക്കം വരില്ല ആദർശേട്ടാ. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ്. ദേവയാനി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി നല്ല ഇതായിട്ട് നിൽക്കുക. അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുകയാണ്. കോളിംഗ് ബെല്ലടിച്ചതും അനാമിക പോയി വാതിൽ തുറന്നു. വന്നത് വേറെ ആരുമല്ല, വേണുവും രേവതിയും. ഇതാര്? അച്ഛനും അമ്മയോ? അകത്തേക്ക് വാ. അങ്ങനെ അവരകത്തേക്ക് കയറി. എന്താ മോളെ, നീ വിളിക്കുന്നുണ്ടെങ്കിലും നിന്നെ വന്നൊന്ന് നേരിട്ട് കാണാൻ തോന്നിയാ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ടേ? അതിനെന്താ, അച്ഛനും അമ്മയ്ക്ക് ഏത് നേരം വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. അതിലൊരു കുറവും നോക്കണ്ട കേട്ടല്ലോ.
അതൊന്നും ഞങ്ങൾ നോക്കില്ല. ഞങ്ങളുടെ മോളെ കാണാൻ തോന്നിയാൽ ഉടനെ ഞങ്ങളിവിടെ എത്തും. ഈ സമയം ദേവയാനി വരിക. ആഹാ, ഇത് ആരൊക്കെയാ? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എന്ത് ചെയ്യാനാ ദേവയാനി? ഞങ്ങളുടെ മോളിവിടെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാൻ വേണ്ടി വന്നതാ. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഈ വീട്ടിൽ എൻ്റെ മോളെ നിർത്താൻ എനിക്ക് പേടിയാ. കാരണം കണ്ണു തുറക്കുമ്പോഴെല്ലാം ഇവിടെ ഓരോരോ ആപത്തുകളല്ലേ സംഭവിക്കുന്നത്. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടാ ദേവയാനി ഹോസ്പിറ്റലിലായത്. അതിനുശേഷം മരണത്തെ മുഖാമുഖം കണ്ടല്ലേ ദേവയാനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അത് ശരിയാ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പേടിയും വേണ്ട. അടുക്കള ഭരണമൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുക. അടുക്കളയിലെ എല്ലാ ജോലികളും ഒരു വേലക്കാരിയെ പോലും വയ്ക്കാതെ ഞാനാ ചെയ്യുന്നേ. അതുകൊണ്ട് തന്നെ ഇനി വിശ്വാസത്തോടെ എന്തും കഴിക്കാം എന്നും ദേവയാനി പറയാ. അത് ശരിയാ അച്ഛാ, അത് ശരിയാ അമ്മേ. എന്തൊക്കെയായാലും വലിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാ. നയന അടുക്കളയിൽ നിന്ന് പോയതിൽ ഭയങ്കര സന്തോഷമുണ്ട്, സമാധാനവും. ഇനിയിപ്പോൾ സമാധാനത്തോടെ എന്തും കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ പിന്നെ നിങ്ങൾ ഇരിക്കുക, ഞാൻ ചായ എടുക്കാം. ചായ എടുത്താൽ മതി ദേവയാനി ചേച്ചി, പലഹാരമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഞാൻ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നയനയ്ക്കും ആദർശിനും വേണ്ടി ഉണ്ടാക്കിയതാ. അവർ ഓഫീസിൽ നിന്ന് വരില്ല. എന്തിനാ ദേവയാനി ചേച്ചി അവളെ ജ്വല്ലറിയിലേക്ക് വിട്ടത്? എന്ത് ചെയ്യാനാ, അവളെ ഇവിടെ കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നേരം വെളുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമല്ലേ വരൂ. അവൻ്റെ കൂടെ പോയി ഇരിക്കട്ടെ എന്ന് കരുതി. എന്നാലും ദേവയാനി ചേച്ചിക്കല്ലേ ഇപ്പോൾ കഷ്ടപ്പാട്. അടുക്കളയിൽ അവൾ കയറാതിരുന്ന ദേവയാനി ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. സാരമില്ല, എന്ത് ചെയ്യാനാ. വിശ്വസിച്ച് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയല്ലേ പറ്റൂ. അതും ശരി തന്നെയാണ്. എന്നാൽ ശരി, ഞാൻ പോയി എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവുക. ഈ സമയം എടി മോളെ, ഓരോ ദിവസം പോകും തോറും മരുമകളോടുള്ള ദേഷ്യം ഇവർക്ക് കൂടി വരിക അല്ലേ? അതെ അച്ഛാ, അതാണ് ഏക ആശ്വാസം. പക്ഷേ എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, മനസ്സിന് ഇത്തിരി സമാധാനമുണ്ട്. ഏത് നേരം ഇവരാ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമാധാനത്തോടെ കഴിക്കാം. മോളെ, ദേവയാനി ചേച്ചിയെ മുറുക്കെ പിടിച്ചോ, ഇല്ലെങ്കിലേ പ്രശ്നവും. ഈ വീട്ടിൽ ഇട്ടുമൂടാനുള്ള സ്വത്ത് ദേവയാനി ചേച്ചിക്ക് മാത്രമേ ഉള്ളത്. അതുകൊണ്ട് ദേവയാനി ചേച്ചിയുടെ കൂടെ നിന്നാലേ ചിലപ്പോൾ നിനക്കൊരു ഏക്കർ ഭൂമി വരെ മേടിച്ചു തരും. അതുകൊണ്ട് കൂടെ നിന്നോ, സോപ്പിട്ട് നിന്നോ. ശരിയച്ചാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നാൽ പിന്നെ മോൾ അടുക്കളയിലേക്ക് ചെല്ല്, അവരെ ഒന്ന് സഹായിക്കും. ശരിയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അനാമിക അങ്ങ് പോവുക. എടി മോളെ, നീ ഇതുപോലെ അവളെ ഇടക്കിടക്ക് ചൊടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ അവൾക്കും ഇത്തിരി ഇതൊക്കെ ഉണ്ടാവും. എന്തൊക്കെയായാലും ദേവയാനിയെ കയ്യിലെടുത്താലേ ഉറപ്പായിട്ടും നമ്മൾ വിചാരിച്ചതെല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി 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 വേണു കേട്ടാ, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയാം. ഈ സമയം ദേവയാനി പഴംപൊരിയൊക്കെ എടുത്ത് പാത്രത്തിൽ വയ്ക്കുക. എൻ്റെ മോക്കും മരുമോനും വേണ്ടി ആഗ്രഹിച്ചുണ്ടാക്കിയതാ. സാരമില്ല, ഇനിയിപ്പോൾ അവർ കഴിക്കട്ടെ, അവർക്കുള്ളത് വേറെ ഉണ്ടാക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് ദേവയാനി നിങ്ങൾ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ അനാമിക, വലിയമ്മേ, ഞാൻ കഴിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകാം വലിയമ്മേ. ശരി മോളെ. എന്തായാലും വലിയമ്മ ഉണ്ടാക്കുന്ന പലഹാരമൊക്കെ നല്ല ടേസ്റ്റാണ്. എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഒന്നും സ്വാദ് വേറെ തന്നെയാണ്. ഞാൻ അവളെ വെറുക്കുന്നുണ്ടെങ്കിലും നയന ഉണ്ടാക്കുന്ന ഭക്ഷണവും നല്ലതാ മോളെ. അവളുണ്ടാക്കുന്ന ഭക്ഷണവും ആസ്വദിച്ച് കഴിക്കാം. അത് കേട്ടതും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരുമാതിരി വൃത്തികെട്ട രുചിയും. അവളെപ്പോലെ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കോ എന്നൊക്കെ അനാമിക. ഒന്ന് പോടി, നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാ. ആ രുചി ഇവിടെ ആർക്കുമില്ല. ഇവളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവളുടെ അമ്മായിയമ്മയാണ്. എന്നിട്ട് എൻ്റെ മകൾക്ക് വെച്ചത് എടുത്ത് കൊടുത്തതും പോരാ, അവൾ എൻ്റെ മരുമോളെ കുറ്റം പറയുന്നു. ശരിയാക്കി തരാടി നിന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനി ആ പഴംപൊരി അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. ഈ സമയം അനാമികയാണെങ്കിൽ പഴംപൊരി വാങ്ങി അങ്ങോട്ട് പോയി. ഇതേ സമയം ചായയും കൊണ്ട് ദേവയാനി, ഇതെന്താ ദേവയാനി ചേച്ചി കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് പിന്നെ മക്കൾ വരുന്നതല്ലേ, അവർക്ക് വേണ്ടി ഉണ്ടാക്കി തന്നേ. എന്തായാലും ഇതാവുമ്പോൾ വിശ്വസിച്ച് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും വേണു അതൊക്കെ എടുത്ത് കഴിക്കുക. ഈ സമയം അനാമികയും കഴിക്കുകയാണ്. അപ്പോഴാണ് അഭി വരുന്നത്. അഭി വന്നതും മോനെ അഭി, വാ മോനെ വന്ന് കഴിക്ക്. ശരി എന്നും പറഞ്ഞുകൊണ്ട് അഭി അവിടെ വന്നിരുന്ന് ചായയും പഴംപൊരിയും കഴിക്കുക. അതെ, ജലജ കുഴിച്ച കുഴിയിൽ ഇവിടെ വീണിരിക്കുന്നത് ജലജയുടെ ആൾക്കാർ തന്നെ. അഭിയും അനാമികയും വേണുവും ഒക്കെ തന്നെയാണ്. ഈ സമയം ദേവയാനിയോടും രേവതി എടുത്ത് കഴിക്കുമെന്ന് പറയുക. ദേവയാനി ചേച്ചി എന്തിനാ നോക്കി നിൽക്കുന്നേ? എടുത്ത് കഴിക്ക്. എനിക്ക് വേണ്ട, എനിക്ക് ചായ മാത്രം മതി, എനിക്ക് ഈ പലഹാരത്തോടൊന്നും വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനിയും ചായ കുടിക്കുക. ഈ സമയമാണെങ്കിൽ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിയാണെങ്കിൽ മുറിയിലേക്ക് പോവുകയാണ്. ദേവയാനിയും അവർക്ക് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയും അടുക്കളയിലേക്ക് പോയി. ഈ സമയം അഭി മുറി പോയി ഇങ്ങനെ ഇരിക്കുക ഭയങ്കര സമാധാനത്തോടുകൂടെ. എന്തായാലും അവരുണ്ടാക്കിയതായതുകൊണ്ട് സമാധാനത്തോടെ കഴിക്കാം അല്ലേ മോളെ?
ആ അത് ശരിയാ. ആ വലിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയാ. അവളെ അടുക്കളയിൽ കയറ്റാതിരിക്കാനാണ് അവർ ഓരോന്നും ഉണ്ടാക്കുക. അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. എന്തും സമാധാനത്തോടെ കഴിക്കാമെന്നുള്ളൊരു ആശ്വാസം. ഈ വീട്ടിലിപ്പോൾ അവളെ ജ്വല്ലറിയിലേക്ക് പറഞ്ഞു വിട്ട് വലിയ ആളായി. എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് പറഞ്ഞാലും ആരും കേൾക്കില്ലല്ലോ. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അവൾ ജ്വല്ലറിയിലേക്ക് പോകുന്നതാ വലിയ വലിയ ഇഷ്ടം. അത് കേട്ടതും എന്ത് ചെയ്യാനാ മോളെ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദേവയാനിയെ കയ്യിലെടുത്താലേ ഉറപ്പായിട്ടും അവർ നിനക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം തരും. അന്ന് തന്നെ കണ്ടില്ലേ, മോളെ സ്നേഹമുള്ളതുകൊണ്ട് മരുമോളോടുള്ള വാശിക്ക് എന്തോ ഒരു സ്വർണ്ണം മോൾക്ക് തന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ കയ്യിലെടുത്തോളണമെന്ന്. ഒരിക്കലും അവരെ വെറുപ്പിക്കരുത്. ഇല്ലച്ചാ, ഞാനവരെ വെറുപ്പിക്കാറൊന്നുമില്ല. എപ്പോഴും അവരെന്ത് പറഞ്ഞാലും അനുസരിക്കും. അവരുടെ കൂടെ തന്നെ നിൽക്കുന്നത്. അത് ശരിയാ മോളെ, അതുപോലെ സോപ്പിട്ട് നിൽക്കണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം ചടപടയെന്ന് നടക്കും. കേട്ടല്ലോ? ശരി അച്ഛാ, ഞാൻ അതൊക്കെ ചെയ്തോളാം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ. എന്തായാലും ഞാനൊരു കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞു. പിന്നെ ഈ വീട്ടിൽ അപ്പച്ചിയാണ് പാവം. അപ്പച്ചി നല്ലൊരു അപ്പച്ചിയാണെന്നൊക്കെ പറഞ്ഞതേ അവർക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നാത്തൂനെ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടുകൂടാത്ത കൂട്ടത്തിലാണ് വലിയമ്മ. അതുകൊണ്ട് സൂക്ഷിക്കണം. അല്ല മോളെ, മോളുടെ അമ്മായിയമ്മ എവിടെ? അവരെങ്ങോട്ട് പോയി ആര് കണ്ടു? എവിടെ പോയതെന്ന് അറിയില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഇതുവരെ ഞങ്ങൾ വന്നിട്ട് താഴേക്കൊന്നും വന്നില്ലല്ലോ. കണ്ടിട്ടുണ്ടാവില്ല. കണ്ട ഓടിയെത്തും എന്നൊക്കെ അനാമിക. ഈ സമയമാണെങ്കിൽ അഭിമുറി പോയിരുന്നിട്ട് എന്നാലും നല്ല പഴംപൊരിയും ചായയായിരുന്നു. ഓഫീസിൽ നിന്ന് ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയെങ്കിലും ഈ പഴംപൊരിയും ചായയും കഴിച്ചപ്പോൾ വയറൊന്ന് കൂളായി. പെട്ടെന്ന് അബിയുടെ വയറിലൊരു ശബ്ദം. ആ ശബ്ദത്തോടു കൂടെ ഭയങ്കര വേദനയും. അപ്പോൾ അബി ആ വയറ്റ് തമക്കി പിടിക്കുക. ഈശ്വര, എന്താ ഇത്? വല്ലാത്ത വയറുവേദന. ഇനി അമ്മായി വല്ല പണിയും പറ്റിച്ചതാണോ? മരുമകൾക്ക് കൊടുക്കാനുള്ള പഴംപൊരിയിൽ വല്ലതും കലർത്തിയിട്ടുണ്ടായിരുന്നോ? അതാണോ അറിയാതെ ഞാനെടുത്ത് കഴിച്ചത്? അങ്ങനെയാണെങ്കിൽ അനാമികയ്ക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പണി കിട്ടുമല്ലോ. ഈശ്വര, ഇനിയിപ്പോൾ എന്തു ചെയ്യും? എൻ്റെ ദൈവമേ, എന്തൊരു വേദന. എന്തായാലും ഇനി അടുക്കളയിലേക്ക് പോകാൻ പറ്റില്ല, ബാത്റൂമിലേക്ക് തന്നെ പോവാം എന്നും പറഞ്ഞുകൊണ്ട് അബി ബാത്റൂമിലേക്ക് പോവുക. ഈ സമയം ദേവയാനി വേറെ മാവെടുത്ത് നയനയ്ക്കും ആദർശനും പഴംപൊരി ഉണ്ടാക്കി വെക്കുക. ഈ സമയമാണെങ്കിൽ ജലജ ഒന്നും അറിയാതെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് പോവുകയും ചെയ്തു. എൻ്റെ മരുമോക്കും മോനും ഉണ്ടാക്കി വെച്ചതാ. അതെല്ലാം അവളുമാർ കഴിച്ചു തീർത്തു. സാരമില്ല, അവർക്ക് ഇത്തിരി കൂടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നിൽക്കുന്നു. ജലജയില്ല. ജലജയാണെങ്കിൽ ഇതൊക്കെ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. വരുമ്പോൾ അവരുടെ നയനയും ആദർശം മയറുവിനെടുത്ത് ഓടുന്നത് കാണാനാണ് ജലജ ചെയ്തത്. ഓടുന്നത് കാണുന്നത് അബിയും അനാമികയും രേവതിയും വേണും ഒക്കെ ആയിരിക്കും. ഈ സമയം രേവതി, മോളെ ഞാനൊരു കാര്യം പറയട്ടെ. എന്തൊക്കെയായാലും ദേവയാനി ചേച്ചി നല്ലവളാ. എത്രയൊക്കെ മരുമകളെ അവർ മാറ്റി നിർത്തിയാലും നിന്നെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നീ ഈ അവസരം മുതലെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ദേവയാനി ചേച്ചിയെ ഒരു കാര്യം തീരുമാനിച്ചതാ. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ആദർശേട്ടനെന്ന് വെച്ചാൽ വലിയമ്മയ്ക്ക് ജീവനാ. അതുകൊണ്ട് ആദർശേട്ടന് വേണ്ടി നയനെ സഹിക്കുക. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ? അവനെ അവളെയും തമ്മിൽ തെറ്റിക്കാൻ എന്താ മോളൊരു മാർഗം എന്നും രേവതി ചോദിക്കുമ്പോഴത്തേക്കും രേവതിയുടെ വയറ്റിലും ഗുളുഗുളുഗുളുഗുളൂന്നൊരു ശബ്ദം. അത് കേട്ടതും രേവതി വയറ്റ് അങ്ങോട്ട് അമർത്തി പിടിച്ചു. ഈശ്വര, എന്തൊരു വയറുവേദന. ആ പഴംപൊരി തിന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. അത് കേട്ടതും അമ്മേ, ആ വേദന എനിക്കും ഉണ്ട്. പിന്നെ ഞാനത് കാര്യമാക്കിയില്ല. വലിയമ്മയല്ലേ ഭക്ഷണം ഉണ്ടാക്കിയത്. അതുകൊണ്ട് എൻ്റെ മോളെ ഇവിടെ വന്ന് എപ്പോൾ എന്ത് കഴിച്ചാലും പ്രശ്നമാണല്ലോ. എന്താ ഇത്? അന്ന് വന്ന് പായസം കുടിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ വയറിനും എന്തോ ഒരു പിടുത്തം. എന്താ ഇത്? എന്തൊരു വേദനയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണുവും വയറ്റ് തമർത്തി പിടിക്കുക. ഈ സമയം രേവതി, മോളെ എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല വേദന. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അറിയില്ല മോളെ, എനിക്ക് തീരെ വയ്യ. അയ്യോ, വേദനിച്ചിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി വയറ്റ് തമർത്തി പിടിക്കുക. ഈ സമയം വേണു, ശരിയാവില്ല, ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. എവിടെയാ? ബാത്റൂമിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ശ്വാസം വിട്ടിട്ട് വേണു അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടുക. ഈ സമയം രേവതി, മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാനും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് ഓടുകയാണ്. അങ്ങനെ എല്ലാവരും ബാത്റൂമിലേക്ക് പോയി. ഈ സമയം അനാമിക, എന്നാലും വലിയമ്മ ഉണ്ടാക്കിയ പഴംപൊരി കഴിച്ചാലും ഇങ്ങനെ സംഭവിക്കുമോ? ദൈവമേ, ഇനി അതിൽ അപ്പച്ചി എന്ന് പറയുന്നവർ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടായിരുന്നോ വലിയമ്മ അറിയാതെ? അതും നയനയ്ക്ക് പണി കൊടുക്കാൻ. ഈശ്വര, അങ്ങനെയാണെങ്കിൽ പെട്ടു. എൻ്റെ പൊന്നോ, വയറിന് എന്തൊരു വേദന. സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ദൈവമേ, പണി കിട്ടിയോ?
അന്നത്തെ പോലെ ഉറപ്പായിട്ടും പണി കിട്ടി. ഇനി എനിക്കും വീട്ടിലിരിക്കുന്ന റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, ബാത്റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.